നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് വിശകലനത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് എക്സ്പയറി അടുത്തുവരുന്ന ഈ സാഹചര്യത്തിൽ മാർക്കറ്റ് താഴേക്ക് പോകാൻ ഒരുങ്ങുകയാണോ അതോ നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സിനായി ഒരു കെണിയൊരുക്കുകയാണോ? നമുക്കിതിന്റെ സാധ്യതകൾ ഒന്ന് പരിശോധിക്കാം. അതെ, ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. കാരണം ചാർട്ടുകൾ നോക്കുമ്പോൾ ഒരു വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല. ചില സിഗ്നലുകൾ മുകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മറ്റു ചിലത് താഴോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയമാണ്. ഈ ആശയക്കുഴപ്പത്തിന് ഒരു പ്രധാന കാരണമുണ്ട്. മാർക്കറ്റിലെ പ്രധാന സെക്ടറുകൾ തമ്മിൽ ഒരു യോജിപ്പുമില്ല എന്നതാണ് ആ കാരണം. ഓരോന്നും ഓരോ വഴിക്കാണ് സഞ്ചരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടീം കളിക്കുന്നത് പോലെയാണ്. ടീമിലെല്ലാവരും ഒരുമിച്ച് കളിച്ചാലേ ജയിക്കാൻ പറ്റൂ. അതുപോലെയാണ് മാർക്കറ്റും. പ്രധാനപ്പെട്ട സെക്ടറുകളെല്ലാം ഒരേ ദിശയിലേക്ക് നീങ്ങുമ്പോൾ മാത്രമേ നമുക്കൊരു ക്ലിയർ ട്രെൻഡ് കിട്ടുള്ളൂ. അങ്ങനെയല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഏതൊരു മുന്നേറ്റവും അത് മുകളിലേക്കായാലും താഴേക്കായാലും നമ്മൾ അല്പം സംശയത്തോടെ വേണം കാണാൻ. നോക്കൂ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. IT സെക്ടർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം സ്മോൾ ക്യാപ് എനർജി സെക്ടറുകൾ നല്ല മുന്നേറ്റത്തിലാണ്. ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കിംഗ് സെക്ടറാണെങ്കിലോ എങ്ങോട്ടുമില്ലാതെ ഒരു സൈഡ് വേസ് ചലനത്തിലും. ഈയൊരു വിഭജനമാണ് മാർക്കറ്റിൽ ഇത്രയധികം അനിശ്ചിതത്വം ഉണ്ടാക്കുന്നത്. ശരി, ഇനി നമുക്ക് നേരെ നിഫ്റ്റിയിലേക്ക് വരാം. ഈ കൺഫ്യൂഷനുകൾക്കിടയിലും നിഫ്റ്റിയുടെ ചാർട്ടിൽ അപകടകരമായ ഒരു ബെയറിഷ് പാറ്റേൺ രൂപപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാറ്റേൺ എവിടെയാണ് രൂപപ്പെടുന്നത് എന്നതാണ്. ഇത് വെറുതെ എവിടെയെങ്കിലും രൂപം കൊണ്ട ഒന്നല്ല. ഇതിനു മുൻപ് പലതവണ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരു ശക്തമായ റെസിസ്റ്റൻസ് പോയിന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അത് ഈ പാറ്റേണിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതെ, ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഒരു മുന്നറിയിപ്പ് സിഗ്നലാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇത്രയും കാലം മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയ വാങ്ങൽ ശക്തി, അതായത് ബുള്ളുകളുടെ ശക്തി കുറഞ്ഞു വരുന്നു എന്നും വിൽപ്പനക്കാർ അഥവാ ബെയറുകൾ പതുക്കെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ്. ഇനി നിഫ്റ്റി താഴോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ കണ്ണുവെക്കേണ്ട ചില പ്രധാന ലെവലുകളുണ്ട്. ആദ്യത്തെ സപ്പോർട്ട് സോൺ 24,290-ലാണ്. അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത സ്റ്റോപ്പ് 24,210-ലാകാം. ഓരോ സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്യും തോറും മാർക്കറ്റിലെ വിൽപ്പന സമ്മർദ്ദം കൂടുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ബെയറിഷ് കാഴ്ചപ്പാട് തെറ്റാണെന്ന് മാർക്കറ്റിനെ തെളിയിക്കണമെങ്കിൽ നിഫ്റ്റിക്ക് ഈ റെസിസ്റ്റൻസ് സോണുകൾ മറികടന്നേ പറ്റൂ. ആദ്യ കടമ്പ 24,470 ആണ്. ഇതിനു മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഒരു പുതിയ മുന്നേറ്റത്തിനുള്ള സാധ്യത തെളിയുകയുള്ളൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ 24,300 എന്ന സപ്പോർട്ടിനും 24,470 എന്ന റെസിസ്റ്റൻസിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ഒരു ക്ലിയർ ബ്രേക്കൌട്ട് കിട്ടുന്നതുവരെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ചലനത്തിൽ തുടരാനാണ് സാധ്യത. ശരി, അത് നിഫ്റ്റിയുടെ കാര്യം. ഇനി നമുക്ക് ബാങ്കിംഗ് സെക്ടറായ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. ഇവിടെയും നിഫ്റ്റിയെപ്പോലെ ഒരു ബലഹീനതയുടെ സൂചനയുണ്ട്. പക്ഷേ ഇവിടുത്തെ പാറ്റേൺ അല്പം വ്യത്യസ്തമാണ്. ഇതിനെയാണ് നമ്മൾ ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ഒരു ഉയർന്ന നിലയിലെത്തി അവിടെ നിന്ന് താഴേക്ക് വന്നു. എന്നിട്ട് വീണ്ടും അതേ നിലയിലേക്ക് തന്നെ പോകാൻ ഒരു ശ്രമം നടത്തി, പക്ഷി പരാജയപ്പെട്ടു. ഇത് ബുള്ളുകൾക്ക് ആ ലെവൽ മറികടക്കാൻ ശക്തിയില്ല എന്നതിന്റെ വളരെ വ്യക്തമായൊരു സൂചനയാണ്. അതെ, ഈ പാറ്റേൺ കാണിക്കുന്നത് അതാണ്. ഒരേ ലെവലിൽ വെച്ച് 2 തവണ മുകളിലേക്ക് പോകാനുള്ള ശ്രമം പരാജയപ്പെട്ടു. ഇത് മാർക്കറ്റിലെ ബലഹീനതയുടെ ശക്തമായ ഒരു തെളിവാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട മാന്ത്രിക സംഖ്യ 57,000 ആണ്. എപ്പോഴാണോ ബാങ്ക് നിഫ്റ്റി ഈ ലെവലിന് താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ ഈ ഡബിൾ ടോപ്പ് പാറ്റേൺ കൺഫേം ആവും. അങ്ങനെ സംഭവിച്ചാൽ 56,800, 56,537 തുടങ്ങിയ ലെവലുകളിലേക്ക് ഒരു വീഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. നിഫ്റ്റിയില് ഒരു പാറ്റേൺ, ബാങ്ക് നിഫ്റ്റിയില് വേറെ ഒന്ന്. മാർക്കറ്റിലാണെങ്കിൽ ഒരു ദിശാബോധവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം. ഇപ്പോൾ ധൃതി പിടിച്ച് ട്രേഡുകൾ എടുക്കാനുള്ള സമയമല്ല. ക്ഷമ വളരെ പ്രധാനമാണ്. ഒന്നാമതായി മാർക്കറ്റ് ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് സ്ഥിരീകരിക്കാനായി കാത്തിരിക്കുക. രണ്ടാമത് ക്ഷമയോടെ നല്ല അവസരങ്ങൾക്കായി കാത്തിരിക്കുക. മൂന്നാമതായി മാർക്കറ്റിലെ ഭയത്തിന്റെ സൂചികയായ ഇന്ത്യ VIXലൊരു കണ്ണുവയ്ക്കുക. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നമ്മൾ ചർച്ച ചെയ്ത ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളെ ബഹുമാനിക്കുക എന്നതാണ്.
ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇതുപോലുള്ള മാർക്കറ്റുകളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ട്രാപ്പ് ഒരുക്കാം. അതുകൊണ്ട് ക്ഷമയെന്നത് വെറുമൊരു നല്ല ശീലം മാത്രമല്ല, അത് നമ്മുടെ ക്യാപിറ്റൽ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം കൂടിയാണ്. പ്രവചനങ്ങളെക്കാൾ കൂടുതൽ അച്ചടക്കമാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്പയറിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: ഈ സപ്പോർട്ട് ലെവലുകൾ പിടിച്ചു നിൽക്കുകയും ബെയറുകൾ ഒരു കെണിയിൽ വീഴുകയും ചെയ്യുമോ, അതോ മാർക്കറ്റിലെ ഈ ഏകോപനമില്ലായ്മ കാരണം ശരിക്കും ഒരു ഇടിവ് സംഭവിക്കുമോ? വരും ദിവസങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. ശ്രദ്ധയോടെ വ്യാപാരം ചെയ്യുക. വീണ്ടും കാണാം.